ലോക രാഷ്ട്രങ്ങൾ ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് നിലകൊള്ളുന്നത്. ഇതിൽ കക്ഷികളായ രാജ്യങ്ങളുടെ മതവും രാഷ്ട്രീയവും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇന്നത്തെ ഫത്വയുടെ കാതൽ. നിങ്ങൾക്ക് വിഷയം സ്വതന്ത്രമായി വീണ്ടും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ അവസരങ്ങളുണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തണം എന്ന ഒരു ആമുഖം കൂടി ഇതോടൊപ്പം പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഈ 3 രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു മതമാണ്. അതിലൊന്ന് മുസ്ലിം രാഷ്ട്രമാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ്. മറ്റൊന്ന് ജൂത ക്രൈസ്തവ മത സ്വാധീനമുള്ള രാജ്യങ്ങളാണ്. ഇവയെ മതപരമായി നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് ചെറിയൊരു അന്വേഷണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർത്തമാനങ്ങളൊക്കെ വന്നു. ഇതിലൊരു ഭാഗം മുസ്ലിം രാഷ്ട്രമാണ് ഇറാൻ. നിർഭാഗ്യവശാൽ മുസ്ലിം രാഷ്ട്രം എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗം തന്നെ 2ആയി നിലകൊള്ളുന്ന സുന്നി ഷിയ എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ അവർ പരസ്പരം അംഗീകരിക്കാത്തതിൻ്റെ, ഉൾക്കൊള്ളാത്തതിൻ്റെ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ ഇരു വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു. ഇതിൽ ആരാണ്, എന്താണ് ഷിയ എന്ന് പറയുന്നത്, ആരാണ് സുന്നികൾ എന്ന് പറയുന്നത്, ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു വർത്തമാനം പറയേണ്ടതുണ്ട്. അത് പിന്നീടൊരു ഫത്വയിൽ നമുക്കതൊരു കൃത്യമായ ഒരു പഠന വിഷയവുമായി മാറ്റേണ്ടതുണ്ട്. മുസ്ലിങ്ങളായ നമ്മൾ ഈ യുദ്ധത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? നമുക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയവുമായിട്ടുണ്ടായി. നമ്മൾ ഒരിക്കലും ഇറാന്റെ കൂടെ നിൽക്കാൻ പാടില്ല. അവർ ഷിയ വിഭാഗമാണ്, അവർ മുസ്ലിമല്ല, അഹ്ലു സുന്നത്തിനോട് എതിരെ നിൽക്കുന്നവരാണ്. അതിശക്തമായ രീതിയിൽ അവരെ മാറ്റി നിർത്തുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരുപക്ഷെ ഇസ്രായേലിനോടും അമേരിക്കയോടും അതിശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അമേരിക്കയും ഇസ്രായേലും കാരണമായിക്കൊണ്ട് ഇറാൻ നശിക്കാൻ തന്നെ കാരണമാകണമേ നാഥ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ അതിനെ കുറിച്ച് വലിയ പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം മുസ്ലിമാണോ മുസ്ലിം അല്ലേ എന്നതിനേക്കാൾ അപ്പുറം ഒരു പൊതുമാനദണ്ഡം എന്ന് പറയുന്നത് മർദ്ദിതനെതിരെ, മർദ്ദകർക്കെതിരെ പ്രതിഷേധം ഉയരേണ്ടിടത്ത്, മർദ്ദിതരോടൊപ്പം നിൽക്കേണ്ടത്, ഇരയോടൊപ്പം നിൽക്കേണ്ടിടത്ത്, നീതിയോടും സത്യത്തോടും ധർമ്മത്തോടും ഒപ്പം നിൽക്കേണ്ടതിടത്ത്, അനീതിയോടും അക്രമത്തോടും വേട്ടക്കാരനോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചത് ഇസ്ലാമിന്റെ മൗലികമായ മൂല്യങ്ങൾക്ക് എതിരാണ് എന്നത് മർമ്മപ്രധാനമായ വശമാണ്. ഇനി ഷിയ എന്ന് പറയുന്ന ഇറാനിക് മുസ്ലിങ്ങൾ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന അവർ ഷിയ വിഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് അഹ്ലു സുന്നയുടെ ആളുകളായ നമ്മൾ അവരെ മാറ്റി നിർത്താൻ, അവര് മുസ്ലിങ്ങളല്ല എന്ന് പറയാൻ ആരാണ് നമുക്ക് അനുവാദം നൽകിയത്? നമ്മളിൽ ചില വിഭാഗങ്ങളൊക്കെ വളരെ അതിനു വേണ്ടി ഈ യുദ്ധം കൊടുമ്പിരികൊണ്ട് അവിടുത്തെ കുട്ടികളെയൊക്കെ വളരെ മൃഗീയമായി അവിടുത്തെ ജനജീവിത മേഖലകളിലേക്ക് ബോംബെറിഞ്ഞുകൊണ്ട് സ്കൂളിൽ തന്നെ കുട്ടികളെ 150 കുട്ടികളെ ഒറ്റയടിക്ക് ക്രൂരമായി കൊല്ലുമ്പോഴും നമ്മുടെ ചർച്ച അവർ മുസ്ലിങ്ങളല്ല, അവർ പ്രവാചകനെതിരിൽ, ഇസ്ലാമിനെതിരിൽ, സഹാബികൾക്കെതിരിൽ നിലകൊണ്ടവരാണ്, അതുകൊണ്ട് അവർ ഇത് അനുഭവിക്കണമെന്ന വളരെ മോശപ്പെട്ട
മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾ വരെ വരുമ്പോൾ ആരാണ് ഇതിന് നമുക്ക് അനുവാദം നൽകിയത്? മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ, അഹ്ലുൽ സുന്ന എന്ന് പറയുമ്പോൾ ഇതിനൊരു ചട്ടക്കൂടുണ്ടല്ലോ, ഒരു പണ്ഡിത സമൂഹമുണ്ടല്ലോ. നമ്മെ പോലെയുള്ള അത്രത്തോളമൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പ്രാമാണികമായി വിവരങ്ങൾ അറിയാത്തവർക്ക് അതിനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉസൂലിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു പണ്ഡിത സമൂഹത്തിന്റെ അടിത്തറ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് സുന്നി അഹ്ലുൽ സുന്ന എന്ന് പറയുന്ന നമ്മളൊക്കെ. ഈ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ തന്നെ അഭിപ്രായം എന്താ? നമ്മളത് അന്വേഷിച്ചിരുന്നോ? ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ എന്താണ് ഈ മുസ്ലിം ലോകത്തിന്റെ പൊതുവായ അഭിപ്രായം? നമ്മൾ അന്വേഷിച്ചില്ല. നമ്മൾ തന്നെ ഒരു വിഭാഗം, നമ്മളിൽ തന്നെ അഹ്ലുൽ സുന്നകൾ ആരാണ് എന്നിടത്ത് സുന്നികൾ തന്നെ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടും അഭിപ്രായ വ്യത്യാസവും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ നിലവിൽ വന്ന സംഘടനകൾ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വേർതിരിഞ്ഞുകൊണ്ട് പരസ്പരം കാഫിറാക്കുന്ന, പരസ്പരം നരകമുറപ്പിക്കുന്ന, സ്വർഗം നിഷേധിക്കുന്ന പ്രവണത മുസ്ലിം അഹ്ലുൽ സുന്നയിൽ തന്നെ നിലനിൽക്കെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിം അല്ല എന്ന് പറയാൻ ആരാണ് നമുക്ക് അനുവാദം നൽകുന്നത്? അങ്ങനെ ഒരു പ്രാമാണികമായ യാതൊരുവിധ അടിത്തറയും ലോകത്ത് ഇന്ന് വരെ ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ സഹാബത്തിന്റെയോ അതല്ല പണ്ഡിത സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നോ പ്രാമാണികമായി ഉണ്ടായിട്ടില്ല. എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പൊതുവർത്തമാനമാണ്, ഒരു പൊതുമാനദണ്ഡം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ സല്ലാ സലാതനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅക്കല ദബീഹതനാ ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി വലാ തുഗ്ഫിറുല്ലാഹ ഫീ ദിമ്മത്തിഹി. നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്ന, നമ്മൾ കിബിലയെ മുന്നിട്ട് കൊണ്ട് കിബിലയെ മുന്നിടുന്ന, നമ്മൾ നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്ന ഫദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. അതാരുമായിക്കൊള്ളട്ടെ, വേറൊരു വിഭാഗീയത ഒന്നും തന്നെ ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിരിക്കെ ദിമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അവർക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും കാവലുണ്ട് എന്ന് റസൂൽ പറഞ്ഞിരിക്കെ വലാ തുഗ്ഫിറുല്ലാഹ ഫീ ദിമ്മത്തിഹി, അല്ലാഹുവിന്റെ ഈ സംരക്ഷണ വലയത്തിലുള്ളവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. എത്ര കൃത്യമായിരുന്നു ഈ വർത്തമാനം! ഇതിന്റെ വിരുദ്ധമായിക്കൊണ്ട് നമ്മളെന്തേ അബദ്ധം സംഭവിച്ചു? ലോകത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നല്ലോ ഒരിക്കലും ഒന്നാകാൻ കഴിയുകയില്ല, അടിസ്ഥാനപരമായ മുസ്ലിം നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളിൽ പോലും മുസ്ലിം സമൂഹത്തിന് ഐക്യപ്പെടാൻ കഴിയുകയില്ല എന്ന്, ഒരിക്കലും നമ്മൾ ഐക്യപ്പെടുകയില്ല എന്ന വിഷയത്തിൽ നമ്മൾ ഒന്നാണ് എന്ന് ലോകത്തെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുകയായിരിക്കില്ലേ? ഇന്ത്യയിൽ തന്നെ വളരെ പ്രബലമായ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്നൊക്കെ പറയുന്ന എല്ലാ മുസ്ലിം സംഘടനകളുടെയും കൂട്ടായ്മയില്ലേ ഈ സംഘടന? അതേപോലെ തന്നെ മജ്ലിസെ മുശാവറയില്ലേ? ഇവരൊക്കെ ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നല്ല, പലപ്പോഴും ഇവരുമായി സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക മുസ്ലിം പണ്ഡിത നേതൃത്വങ്ങളാവട്ടെ, ലോക മുസ്ലിം പണ്ഡിത സംഗമത്തിൽ അവരുടെ സംഘടനകൾ അവർ രൂപീകരിച്ചപ്പോൾ, കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ ഷിയാക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ മാറി നിൽക്കേണ്ടവരല്ല എന്ന്. ഇവര് മുസ്ലിങ്ങളല്ലെങ്കിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടിയിട്ട് സ്വലഫി സ്വാധീനമുള്ള സൗദി അറേബ്യയിൽ എങ്ങനെയാ വരാൻ കഴിയുക? ഹജ്ജിനും ഉംറക്കും വേണ്ടി വരികയും അവരെ അതിഥികളായി, അള്ളാഹുവിന്റെ അതിഥികളായി അവിടുത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്?
അവർ മാറ്റി നിർത്തപ്പെടേണ്ടതാണോ? ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മളിൽ നിന്ന് വന്ന വീഴ്ച ഇസ്ലാമിക സമൂഹത്തിന് എത്ര വലിയ പരിക്കാണ് ഏൽപ്പിച്ചത്. അതേസമയം ഫിഖ്ഹിപരമായി, അഖീദപരമായി, രാഷ്ട്രീയപരമായി അവർ ഖിലാഫത്തൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അവർ ഇമാമത്ത് സങ്കല്പമാണ്. അതാണ് ഇമാം ഹുമൈനി, ഇമാം ഖായിനി എന്നൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് വേറൊരു ചർച്ച. ഞാൻ എന്തായാലും അത് സംബന്ധമായൊരു പഠനം, നമ്മൾ ആരാണ് ശിയാക്കൾ, ആരാണ് സുന്നികൾ എന്ന് വേറെ പഠനം അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതവിടെ ഇരിക്കട്ടെ. നിലവിലെ ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു വർത്തമാനം പറയുമ്പോൾ, പ്രത്യേകിച്ച് ലോക മുസ്ലിം സംഘ പണ്ഡിത വേദിയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞല്ലോ, ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഇറാനികൾ എന്റെ വിശ്വാസ സഹോദരങ്ങളാണ്. അഹ്ലു സുന്നയിൽപ്പെട്ട ലോക മുസ്ലിം സംഘടനാ വേദിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇറാനികൾ എന്റെ വിശ്വാസ സഹോദരന്മാരാണ്, ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പാടില്ല. ഈ ഒരു മതം നമ്മൾ തന്നെ നമ്മുടെ കോടാലി പിടികളായി മാറുന്ന ഒരു രീതി നിങ്ങൾ യുദ്ധത്തെ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വളരെ ചുരുക്കി ചില വിവരങ്ങൾ മാത്രം പങ്കുവെക്കണം. ബാക്കിയൊക്കെ നിങ്ങളുടെ സ്വതന്ത്രമായ, വളരെ സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ്, ആരുടെയും പക്ഷം ചേർന്നുകൊണ്ടല്ല ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണവും പഠനവും ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇത്രത്തോളം ധിക്കാരപരമായ, മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ സത്യമില്ല, ധർമ്മമില്ല, നീതിയില്ലാത്തിടത്ത് ഇതിന്റെ അടിസ്ഥാന വക്താക്കളായ നമ്മൾ ഇതിന് എതിരാകാൻ പാടില്ലായിരുന്നു. മർദ്ദകർക്കെതിരെ മർദ്ദിതനോടൊപ്പം നിൽക്കാൻ, വേട്ടക്കാരനെതിരെ, അന്യായമായ വേട്ടക്കാരനെതിരെ ഇരയോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസാക്ഷിയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ല. ഇല്ല, മുസ്ലിം പണ്ഡിത പുരോഹിത നേതൃത്വമൊക്കെ എത്ര നിർലജ്ജയില്ലാതെ കണ്ടാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ അനുകൂലിച്ചുകൊണ്ട്, അതിന്റെ രാഷ്ട്രീയപരമായ പശ്ചാത്തലം മനസ്സിലാക്കാതെ കണ്ട് കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മതം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് തിരിച്ചറിയണം. അവർ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലെ ഒരു കക്ഷികളായ മുസ്ലിം സമുദായമാണ് അവർ നമ്മുടെ ആദർശ സഹോദരന്മാരാണ്. ഒരു പക്ഷേ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. യോജിക്കാവുന്ന മേഖലയിൽ, സഹകരണത്തിന്റെ മേഖലയിൽ, നന്മകളിൽ സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് ഇപ്പോൾ പോലും ലോക അടിസ്ഥാനത്തിൽ തന്നെ അതിനുവേണ്ടി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ കൂടുതൽ ഭിന്നിപ്പിന്റെ വഴിയൊരുക്കാൻ നമ്മുടെ പ്രസ്താവനകൾ കാരണമായി മാറാൻ പാടില്ല. ഇതാണ് അതിന്റെ ഒരു മതം എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു മതം. രണ്ടാമത്തെ മതം ഏതൊക്കെയാണ്? ഒന്ന് ജൂതമതമാണ്, ഒന്ന് ക്രൈസ്തവ മതമാണ്. ജൂത ക്രൈസ്തവ വിഭാഗത്തിൽ ഇവാഞ്ചലിക്കൽ സൈനിസ്റ്റുകൾ എന്ന് പറയുന്ന, ഇവാഞ്ചലിസം എന്നൊക്കെ ഇവിടെ നമ്മുടെ കാസ എന്നൊക്കെ പറയുന്ന മാതിരി ലോകടിസ്ഥാനത്തിൽ തന്നെ വളരെ തീവ്രവാദികളായ ഇവാഞ്ചലിക്കൽ സൈനിസ്റ്റുകൾ എന്ന് പറയുന്ന സൈനിസ്റ്റ് ക്രിസ്ത്യാനികളുണ്ട്, സൈനിസ്റ്റ് ജൂതന്മാരുണ്ട്. ഇതൊന്നും അതിന്റെ മുഴുവൻ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ഒരു ഹുതുബയിൽ നിന്നിട്ട് പറയാൻ കഴിയില്ല. എൻ്റെ മുമ്പിൽ ഉയർന്ന അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്, രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ളവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളൊക്കെ വേണമെങ്കിൽ നെറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇവാഞ്ചലിസം, സൈനിസം എന്താണെന്നൊക്കെ പഠിക്കുമ്പോൾ അറിയാം ഇതിന്റെ ഉള്ളിലുള്ള ഒരുപാട് ഒളി അജണ്ടകൾ. അവർ ലോകത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന നാശത്തെ പറ്റി കൃത്യമായിട്ട് അറിയാം. എന്തായാലും ക്രൈസ്തവ ജൂത സമുദായത്തിൽ ഇങ്ങനെയൊരു വിഭാഗം തന്നെയുണ്ട്. ഇവരല്ലാത്ത അവർ സാധാരണ ക്രിസ്ത്യാനികളെ പോലും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടി പ്രത്യേകമായ ഈ എന്താണ് സ്കോഫീൽഡ് ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ തന്നെയുണ്ട്. വളരെ തീവ്രവാദപരമായ C.I. സ്കോഫീൽഡ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു തിയോളജിസ്റ്റ് എഴുതിയുണ്ടാക്കിയ ബൈബിൾ തന്നെയുണ്ട്. മനസ്സിലായോ നിങ്ങൾ? സാധാരണ ബൈബിളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാധാരണ ക്രിസ്ത്യാനികൾ ഇവരുടെ ഈ ഒരു തീവ്രവാദപരമായ നിലപാടുകൾ അംഗീകരിക്കുന്നില്ല. ഇവരാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന് വേണ്ടി അടിത്തറ പാകിയിട്ടുള്ളത്.
ഇതിനൊരു മതപരമായ വളരെ ഗൗരവപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. യേശുവിന്റെ തിരിച്ചുവരവ് ക്രൈസ്തവ സമൂഹം മുസ്ലിങ്ങളും പറയുന്നുണ്ട്. ഒരു ഹദീസ് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുമെന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ക്രൈസ്തവ സഹോദരന്മാരുടെയും ജൂത സമുദായത്തിന്റെയും അവരുടെ വിശ്വാസ മാനദണ്ഡം അനുസരിച്ചിട്ട് യേശു ക്രിസ്തു തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഈ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യേശു ക്രിസ്തു ഈ ഒരു വിഷയത്തിൽ ജൂതന്മാരും ക്രൈസ്തവന്മാരും ഒന്നിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. അതെന്താണെന്ന് അറിയൂ? യേശു ക്രിസ്തു തിരിച്ചു വന്നാലാണ് ഇവരുടെ വാഗ്ദത്ത സങ്കല്പം, ഒരു ദൈവരാജ്യ സങ്കല്പം ഇവിടെ നടപ്പാകൂ എന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നു. അത് എല്ലാ ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട്. ഒരു ദൈവരാജ്യം ഇവിടെ യേശു ക്രിസ്തു തിരിച്ചു വന്ന ശേഷം ഇവിടെ നടക്കും. ആ ദൈവരാജ്യം ജൂതന്മാരായ ഞങ്ങൾക്കുള്ളതാണ് എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരും വിശ്വസിക്കുന്നു എന്ത്, ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞിട്ട് പിന്നെ യേശു ക്രിസ്തു ഇവിടെ ഒരു രാജ്യമൊക്കെ ഭരിക്കുമെന്നുള്ളത്. ഒരു ഹെവൻലി അതായത് ഒരു ആകാശ പദ്ധതി അത് ഭൂമിയിൽ നടപ്പാക്കുമെന്നാണ്. ജീസസ് ഇസ്രായേൽ എന്ന് പറയുന്ന യേശു ക്രിസ്തു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെ സ്ഥാപിതമാക്കും. അതിന് യേശു തിരിച്ചു വരണമെന്നുണ്ട് എങ്കിൽ ഇവിടെ കുറെ എന്നിട്ട് യേശു വന്നിട്ട് വളരെ ഒരു ഇസ്രായേൽ ബേസ് ആക്കിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ കിങ്ഡം, ഒരു വലിയ മഹാസാമ്രാജ്യമാണ് യേശു ക്രിസ്തു ഉണ്ടാക്കുക. എന്നിട്ട് യേശു ക്രിസ്തു 1000 വർഷം ഇവിടെ ഭരിക്കും. മില്ലേനിയം എന്നാണ് അതിനെ പറയുന്നത്. നിങ്ങൾ നെറ്റിൽ എടുത്തിട്ട് നോക്കുക എന്താണ് മില്ലേനിയം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഇനിയാണ് ഇതിന്റെ മർമ്മം വിളിക്കുന്നത്. ഇങ്ങനെ യേശു ക്രിസ്തു തിരിച്ചു വന്ന് ഇവിടെ രാജ്യം ഭരിക്കണമെന്നുണ്ട് എങ്കിൽ ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. ഡിസ്പെൻഷനലിസം എന്നാണ് അതിനെ പറയുന്നത്. നിങ്ങൾ എടുത്തു നോക്കുക. ഡിസ്പെൻഷനലിസം ലോകമായ ഒരു മാറ്റം, ഒരു ലോകത്തിന്റെ ഒരു മാറ്റ പ്രക്രിയ ഇവിടെ നടക്കും. അവിടെ അർമഗഡോൺ സംഭവിക്കുന്നു. അർമഗഡോൺ എടുത്തോ, പഠിച്ചോ, പഠിക്കാൻ വേണ്ടി തന്നെ പറയാം. അർമഗഡോൺ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ അർമഗഡോൺ ഒരു രാജ്യത്തിന്റെ പേരാണ് കേട്ടോ. പക്ഷെ ഈ അർമഗഡോൺ എന്ന് പറയുന്നത് ഇവിടെ വലിയ യുദ്ധങ്ങൾ നടക്കുക. മനസ്സിലായോ? അർമഗഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യുദ്ധങ്ങൾ നടക്കും ഈ ലോകത്ത്. എന്തിനാണ് ആ യുദ്ധങ്ങൾ നടക്കുന്നത്? ഈ ക്രിസ്തുവിന് എതിരായി കൊണ്ടുള്ള മുഴുവൻ ആളുകളും അതിൽ നാശം സംഭവിക്കും. ഒരു ഇവിൾ ഫോഴ്സ്, അതായത് പൈശാചിക ശക്തികളും ഒരു ഗോഡ് ഫോഴ്സും തമ്മിൽ, ദൈവികമായ ഫോഴ്സും തമ്മിൽ വലിയ യുദ്ധം നടക്കുകയും അവിടെ ദൈവികമായ ഫോഴ്സ് വിജയിക്കുകയും ചെയ്യും. ഈ ഒരു ദൈവവിശ്വാസമാണ്. ഈ ഒരു വിശ്വാസ പ്രകാരം ആണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധം നടക്കുന്നത് ദൈവ നിശ്ചയപ്രകാരമാണ്. അതൊരു ഡിസ്പെൻഷനലിസമാണ്. ഒരു ലോകത്തിന്റെ മാറ്റ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാറുക എന്നത്, ഇങ്ങനെ യുദ്ധം നടക്കുക എന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഇങ്ങനെ ഇതിന്റെയൊക്കെ തുടർന്ന് വേറെ കുറെ വർത്തമാനങ്ങൾ. ഇപ്പൊ റാപ്ചർ എന്ന് പറഞ്ഞ സംഗതി, റാപ്ചറിങ് നടക്കുന്നത്. എന്താണ് ഈ റാപ്ചറിങ്? ഈ യുദ്ധത്തിന് ശേഷം ഈ നല്ലവരായ ക്രിസ്ത്യാനികളെ, എല്ലാ ക്രിസ്ത്യാനികളും അതിൽ പെടൂല കേട്ടോ, നല്ലവരായ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളെ ദൈവം ഇവിടത്തെ ഈ ഭൂമിയുടെ അക്രമരാഹിത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവരെ ദൈവം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്, അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇതിന് ശേഷമാണ് യേശു ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടാണ് യേശു ഭരിക്കുന്നത്. ഇതിന് ഒരു പ്രതലമൊരുക്കാനാണ് ആർമഗഡോൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, വലിയ യുദ്ധങ്ങൾ നടക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ പോലെയുള്ള ആ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഇവാഞ്ചലിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെയുള്ള നമ്മളൊക്കെ ഇവിടെ കാണുന്ന സാധാരണ റോമൻ കത്തോലിക്കയിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ഇപ്പൊ പോപ്പ്, നമ്മുടെ പോപ്പ് ഉണ്ടല്ലോ, റോമൻ, അവരുടെ ഏറ്റവും ബിഷപ്പ് പോപ്പ് തിരുമേനി, മൂപ്പരുടെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ വായിച്ചിരുന്നില്ലേ? പോപ്പ് പോലും ഈ ഇവാഞ്ചലിക്കൽ നിലപാടിനെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ യാത്ര വരെ മൂപ്പര് മാറ്റിവെച്ചു.
വളരെ കൃത്യതയുള്ള നിലപാടുള്ള വർത്തമാനങ്ങൾ, മാനുഷികമായ പരിഗണനയുള്ള വർത്തമാനങ്ങൾ ക്രൈസ്തവ ഭാഗത്തു നിന്നും വരുമ്പോൾ പോലും എന്റെ മുസ്ലിം പണ്ഡിതന്മാർ അവർ പുറംതിരിഞ്ഞു നിന്നത് എന്നാണ്. പോപ്പിനങ്ങനെ മതം വെച്ചിട്ടൊന്നുമല്ല. പോപ്പ് പറഞ്ഞത് മാനുഷികമായ മര്യാദ, ഇരയോടൊപ്പം നിൽക്കണം, മർദ്ദിതനോടൊപ്പം നിൽക്കണം. മർദ്ദകനെതിരെ, അത് ഇസ്രായേലും അമേരിക്കയായാലും മർദ്ദകനെതിരെ നിൽക്കണമെന്ന് പറഞ്ഞ ഒരു മതനേതാവ് മുസ്ലിം മതപണ്ഡിതന്മാരെ ലജ്ജിപ്പിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തങ്ങളുടെ മത തീവ്രമായ നിലപാടിന്റെ പേരിൽ ഇവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട്, ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ട് തങ്ങളുടെ ദൈവരാജ്യം വരൽ നിർബന്ധമാണ് എന്നൊരു മതം വിശ്വസിക്കുമ്പോൾ അതിനവരെ പിന്തുണക്കുന്ന മുസ്ലിം പണ്ഡിത പുരോഹിത നേതൃത്വം എത്ര അധമന്മാരിൽ അധമന്മാരായി കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നിർത്തുകയാണ് ഇത്രയും പറഞ്ഞു വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം ഇവിടെ നടന്നാലേ ഇവിടെ ദൈവികമായ തീരുമാനപ്രകാരം ഇവിടെ ദൈവരാജ്യം വരൂ. ഇതാണ് ഇതിന്റെ മതം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേരെ ഒരു വേറൊരു സംഗതിയും കൂടിയുണ്ട്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിരുന്നില്ല, ഈ അബ്രഹാം ഒരു വിഷയത്തിലേക്ക് എത്താൻ എത്ര വളരെ കരുതലോടും ആസൂത്രിതവുമായാണ് ഇവിടുത്തെ ജൂത ഇവാഞ്ചലിക്കൽ സയനിസ്റ്റ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയൂ. അബ്രഹാം അക്കോർഡ് നമ്മൾ ഈ മിമ്പറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു എന്താണ് ഈ അബ്രഹാം അക്കോർഡ്? നിങ്ങളിലേക്ക് അറിവുള്ളവരില്ലേ എന്താണ് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്? മുസ്ലിം ക്രൈസ്തവ ജൂത സമുദായത്തിന്റെ ആദർശ പിതാവ് ഇബ്രാഹിം പ്രവാചകനായതുകൊണ്ട് നമ്മൾക്ക് 3 പേർക്കും യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൂടെ? നമുക്കൊന്നായി നിന്നുകൂടെ? എന്തിനാണ് മതത്തിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നായി മാറാം. ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്? ഇവിടുത്തെ സൈനിസമാണ് കൊണ്ടുവന്നത്. ഈ അല്പബുദ്ധികളായ അറബ് രാജാക്കന്മാർ എക്കോടിൽ ഒപ്പിട്ടു, നമ്മളൊക്കെ ഒന്നാണെന്ന് പറഞ്ഞു. കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു. മതപരമായി നമ്മെ സ്വാധീനിച്ചിട്ട് വളരെ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് അവർ നടത്തിക്കൂ. മറ്റേ വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ ഇതല്ലേ നിങ്ങൾ എന്താണ് ബൽ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ പറയുന്ന ആളുകളുമായി, ഈ സയനിസ്റ്റ് സാമ്രാജ്യ ശക്തികളുമായി ഒന്നുമായും യാതൊരുവിധ ആദർശ ബന്ധവും ആക്കില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്കില്ല. അവർ ശുദ്ധമായ ശിർക്ക് ചെയ്തവരാണ്. മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ക്രൈസ്തവനോ ജൂതനോ അല്ല. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ. ഈ ജൂത സയനിസ്റ്റ് ലോബി ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയാൻ. UAE അടക്കം അതിൽ ഒപ്പിട്ടു. അവരുടെ താളത്തിനൊത്ത് നമ്മൾ നിൽക്കണം. എന്നിട്ട് ഇസ്ലാമിന്റെ മൗലികമായി അടിത്തറയിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി. ഇതാണ് അബ്രഹാം വളരെ ഇതും ഒക്കെ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് കേട്ടോ, ഈ അബ്രഹാം അക്കോർഡ് എന്നൊക്കെ പറയുന്നത്. മുസ്ലിം സമുദായത്തിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. നമുക്ക് കഞ്ഞി വിളമ്പി തരുന്നവർ അതിൽ വിഷം കലർത്തിയിട്ടാണ് നമ്മെ ഭക്ഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിവ് നഷ്ടപ്പെട്ട മതപുരോഹിതന്മാരും മുസ്ലിം രാജഭരണകർത്താക്കളും ചതിയുടെ, വഞ്ചനയുടെ, വാഗ്ദത്ത ലംഘനങ്ങളുടെ, സ്വാർത്ഥതയുടെ, വെട്ടിപ്പിടിക്കലുകളുടെ ഒരു രാഷ്ട്രീയ ചരിത്രം ഈ മത താല്പര്യങ്ങൾക്കപ്പുറം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ട് വളരെ കൃത്യമായ അവബോധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇത്ര പോലെ തന്നെ ഗൗരവപ്പെട്ടതാണ് ഇസ്രായേൽ അമേരിക്കൻ സാമ്രാജ്യത്തെ ശക്തികളുടെ മതത്തെ എത്ര കണ്ട് അവർ ദുരുപയോഗപ്പെടുത്തുന്നുവോ അത്ര കണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ അടുത്ത ഖുതുബയിലും ഇതിന്റെ രാഷ്ട്രീയ വശം കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മെല്ലാം